ഹലോ ഗൈസ്, പൂപ്പീസ് വരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യൽ അവിയലാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന സെയിം റെസിപ്പി തന്നെയാണ്, പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും പൂപ്പീസ് വരിയുടെ ഓണാശംസകൾ. അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ചേന എടുത്തിട്ടുണ്ട്, മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പച്ചക്കായി, ഇളവൻ്റെ ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട്. നമുക്ക് ഇളവൻ്റെ ചെറിയൊരു കഷ്ണം മതിയേ, ഇത്രയും പീസ് മതി. പിന്നെ അതേപോലെ ചേനൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്, 2 മുരിങ്ങക്കായ ഉണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് തോലൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. മുരിങ്ങക്കായ ഞാൻ തോലൊക്കെ റിമൂവ് ചെയ്തെടുക്കാനേ. എന്നിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് മാറ്റട്ടോ. ഞാനിതാ ഇത്ര വലുപ്പമുള്ള പീസാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനി പച്ചക്കായൻ്റെ ഒരു പകുതി ഭാഗമാണ് എടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ കഷ്ണങ്ങളും ഞാൻ നന്നാക്കി എടുത്തിട്ടിട്ട് ഒക്കെ നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഞാനെന്താ മൊത്തത്തിൽ ഈ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചേനതാ നൈസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത്, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 കരണ്ടിയൊക്കെ ഉണ്ടാവും. ഇനി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നാക്കി മിക്സ് ചെയ്യാം. ഇനി ഈ ഗ്യാസുമിൽ വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കണം. ഏകദേശം ഒരു 3/4 മുറിയോളം തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും. നമുക്കത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പഴുത്തതാണ് കേട്ടോ. ഒരു 5 കരിവേപ്പിലിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അവിയൽ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ. ഒരു 1/2 കുക്കായിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ തേങ്ങ എല്ലാം ഞാൻ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഒരു ചെമ്മന്തി പരുവത്തിലാട്ടോ അടിച്ചെടുത്തത് തേങ്ങ. അപ്പോഴത്തേക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി തേങ്ങ നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഉടയാണ്ട് പ്രത്യേകം സൂക്ഷിക്കുക. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടെടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഏകദേശം ഇനി 2-3 മിനിറ്റ് കുക്കായാൽ മതിയാ. ഞാനതാ മൂടി തുറന്ന് നോക്കി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കരണ്ടി വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഓൾറെഡി നമ്മൾ 1 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 1.5 കരണ്ടി തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് ഓവർ പുളി ഉണ്ടെങ്കിൽ 1 കരണ്ടി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊക്കെ തുറന്ന് നോക്കിട്ടോ. അപ്പം ഇനി നമുക്ക് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മെല്ലെ ഇളക്കി കൊടുക്കാം.
അങ്ങനെ ഒന്നത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ഓണം സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയണ സെയിം റെസിപ്പി തന്നെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവിയൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.